പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാനസയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ലഭിച്ചതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മാനസ. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവൾ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന അവൾ ആന്റിയമ്മയെ ചെന്ന് കാണുന്നു. ആന്റിയമ്മ, എനിക്ക് ഈ തോൽവി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നെ മനഃപൂർവ്വമാണ് ഇപ്പോൾ ഇങ്ങനെ സാഗർ പെടുത്തി കളഞ്ഞത്. അല്ലടി, നീ ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊന്ന് കെട്ടടങ്ങട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിന് ശേഷം ചെയ്യാം. ആന്റിയമ്മ, ആന്റിയമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പറയുന്നത് കാര്യമാണ്. വെറുതെ എടുത്തു ചാടി ഒന്നും ചെയ്തിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടത്. തൽക്കാലത്തേക്ക് നീ ഒന്ന് അടങ്ങ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പയ്യെ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകാം. എടുത്തു ചാടി വെറുതെ പണി വാങ്ങണ്ടല്ലോ. ശരി, ഇനി ആന്റിയമ്മ പറയുന്നത് പോലെ തന്നെ നടക്കട്ടെ. പക്ഷേ ഈ തോൽവി അത് എനിക്ക് അംഗീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ പക്ഷേ പേടിക്കാതിരി. നമുക്ക് കാര്യങ്ങളെല്ലാം ശരിയാക്കാം. ആന്റിയമ്മ വാക്ക് നൽകുകയാണ്. ഇതേ സമയം കൃഷ്ണന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. ബലരാമന്റെ കാര്യത്തിലും വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ബലരാമൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സുമിത്ര ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ്. നമ്മുടെ കയ്യിൽ അവൻ നിൽക്കുന്നില്ല. അത് തന്നെ വലിയൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും? ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയായി നിൽക്കുന്നത്. എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്തേ മതിയാകൂ. അത് ഉറപ്പ് തന്നെയാണ്. എന്താണ് ഇനി ചെയ്യേണ്ടത്? ഇത് ആലോചിക്കുകയാണ് ഇപ്പോൾ സുമിത്ര. ബാലുവും ഇതേപറ്റി ആലോചിക്കുന്നു. ഇതേ തുടർന്ന് ബാലുവിനോട് നമ്മൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടത്തേണ്ട സമയം ആയിരിക്കുകയാണ്. ബാലുവും ഇതിനോട് യോജിച്ചതിനെ തുടർന്ന് പുതിയൊരു നീക്കം പ്ലാൻ ചെയ്യുകയാണ്. ഇതിനിടയിൽ സാഗറിനെ ചെന്ന് കാണുന്ന ബലരാമൻ വീണ്ടും മാപ്പ് പറയുകയും തൻ്റെ അച്ഛനെ തനിക്ക് കാണാനുള്ള അവകാശം ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.